തുടങ്ങിക്കൂടെ? ഇപ്പം നമ്മുടെ അധ്യാപകരെല്ലാവരും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അധ്യാപകരോടൊപ്പം തന്നെ നമ്മുടെ അശോകേട്ടൻ, ബാബുവേട്ടൻ, ശാന്തേച്ചി എന്നിവരും എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടുകാർ കുറച്ചു പേർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നു. കുറച്ചുപേർ വൈകി എത്തും. എന്നാലും വരാൻ പറ്റാത്തവർക്കും വൈകി എത്തുന്നവർക്കും എല്ലാവർക്കും തുടങ്ങാം. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം അധ്യാപകരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ടഫായിട്ട് എനിക്ക് തോന്നുന്നു. കുറേ പ്രിപ്പയർ ചെയ്തൊക്കെ എഴുതി വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നോക്കി വായിക്കാൻ തോന്നുന്നില്ല. കാരണം രാവിലെ എത്തി ഇവിടെ നിന്ന് ഓരോ ടീച്ചേഴ്സ് വരുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ 5-6 പേര് വന്നതിന് ശേഷം ടീച്ചേഴ്സാണ് വരുന്നത്. അവർ വരുമ്പോഴെല്ലാം ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഈ വഴി വരികയോ സ്കൂളിലേക്ക് കള്ളാമലാന്ന് കേൾക്കുമ്പോൾ ഒരു അഭിമാനവും എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഒരിക്കൽ പോലും ഈ വഴി വന്നിട്ടില്ല. അപ്പം ഇന്ന് അങ്ങനെ വന്നു. ഇവരെയൊക്കെ കാണുമ്പോൾ, ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഞാൻ ഷിൻസിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആരെയും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലരെയും കണ്ടപ്പോൾ ഇപ്പോൾ ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അധ്യാപകരെ ഒരാളെയും ഞാൻ മറന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലായി. ഇന്ന് രാവിലെ വരെ കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ രേഷ്മ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് മഞ്ചേശ്വരം ഗവൺമെൻറ് കോളേജിലാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഗസ്റ്റഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും റോൾ മോഡൽസ് എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ടീച്ചർ ആവുക എന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ നിന്നാണ് എനിക്ക് വന്നതും. അതുപോലെ ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും റിയലി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷവും തോന്നുന്നു. ഈ ഒരു ദിവസം നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ വലിയൊരു നഷ്ടം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അപ്പം നമുക്ക് തുടങ്ങാം. പ്രിയ ഗുരുക്കന്മാരെ, നിങ്ങളുടെ കരുതലും സ്നേഹവും ഒക്കെയാണ് ഞങ്ങളെ വളർത്തി ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ഓർമ്മകളിലെ കളങ്കമില്ലാത്ത മധുരകാലം ഒന്നുകൂടി ആസ്വദിക്കാൻ, അത് നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളാക്കി മാറ്റിയ ഗുരുക്കന്മാരുടെ കാലിൽ മനസ്സാത്തൊട്ട് വന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. കൂട്ടുകാരെ, നിങ്ങളെയാണ് ഒരിക്കൽ കൂടി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. മറന്നു വെച്ച ഓർമ്മകളുടെ ചോറ്റുപാത്രം എടുക്കാൻ. നമ്മുടെ വിദ്യാലയം മധുരമായ ഓർമ്മകൾ സമ്മാനിച്ച ഇടം. കാലം ഒരുപാട് കടന്നുപോയി. ചിന്തകൾക്ക് എത്ര മാറ്റം വന്നു. മറവിയുടെ മാളങ്ങളിൽ ഒളിച്ച പൊടി പിടിച്ച ഓർമ്മകളെ പത്തരമാറ്റോടെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുക. നമുക്ക് എല്ലാവരുടെയും ഓർമ്മകൾ കോർത്തിണക്കി ഓർമ്മകളുടെ വരാന്തയിലൂടെ ഒന്നുകൂടി നമുക്ക് നടക്കാം. ഇണങ്ങിയും പിണങ്ങിയും തല്ലുകൂടിയും പഴയ സ്കൂൾ കുട്ടികളായി. നമ്മുടെ 97 പിള്ളേര് എന്ന പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു. ആദ്യമായി ഏതൊരു പരിപാടിയുടെയും ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തെ സ്മരിച്ചുകൊണ്ടാണ്, ദൈവത്തെ ഓർത്തുകൊണ്ടാണ്. ആദ്യമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആതിര, സിമിഷ എന്നിവരെ ക്ഷണിക്കുന്നു. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ. സുരഗോള ലക്ഷങ്ങൾ അടിയിട്ടു വിത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിടക്കി കുടികൊള്ളും സത്യമേ ശരണം നീ. ദുരിതങ്ങൾ കൂട്ടാടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടിക്കാണാൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി കാണാൻ നായക തവതീരു മുമ്പിൽ അവലമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സപരാധി തൃഷ്ണകളാകവെ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരും ആനന്ദം തേടി വിജയിക്കതിൻ തിരുനാമങ്ങൾ പാടി, വിജയിക്കതിൻ തിരുനാമങ്ങൾ പാടി, വിജയിക്കതിൻ തിരുനാമങ്ങൾ പാടി.
പ്രാർത്ഥന നമ്മളെ ഒരുപാട് വർഷം പിറകിലോട്ട് വിളിച്ചു അല്ലേ. അടുത്തതായിട്ട് ഈ ഒരു പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഷിൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കും. അപ്പൊ നമുക്ക് ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട്. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. അവര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. വേറെ പല തിരക്കിലും പെട്ടിട്ട് ലേറ്റ് ആവുന്ന അറിയിച്ചിട്ടുണ്ട്, ചില ടീച്ചേഴ്സ് ഉൾപ്പെടെ. എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ എത്തുമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് തുടങ്ങാം. നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 2 വർഷത്തിന് മേലെയായി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വളരെ കുറച്ച് ആൾക്കാർ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 പേര് 15 പേര്. അപ്പോൾ നമ്മൾ 2022 നടത്താൻ ഉദ്ദേശിച്ചതായിരുന്നു. അപ്പോൾ നമ്മളൊരു വോട്ടെടുപ്പ് നടത്തിയപ്പോൾ നമുക്ക് ഒരു 15 പേരെ അന്നേരം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ടായി, ഇനിയിപ്പോൾ പിള്ളേർ ഉണ്ടാവില്ലേ, ആരും വരില്ലേ. അങ്ങനെ നമ്മൾ ഒരു മീറ്റിംഗ് വെച്ചു. അതിൽ നമ്മൾ ഓർഗനൈസിങ് കമ്മിറ്റി ഫോം ചെയ്തു. പിന്നെ അവരുടെ നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ശ്രമത്തിലാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഓർമ്മിക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് ഇവിടെ പല പരിപാടികൾ മാറ്റി വെച്ചിട്ട് വന്ന ടീച്ചേഴ്സ് ഉണ്ട്. ചില ടീച്ചേഴ്സിന് വരാൻ കഴിയുമെന്ന് ഡൗട്ടായിരുന്നു. അപ്പോൾ നമ്മളെ കാണാനും പിന്നെ നമ്മൾ സംസാരിക്കാനും ആ ഒരു ഓർമ്മ പുതുക്കാനും വേണ്ടിയുള്ള ആ ഒരു അതിയായ ആഗ്രഹത്തിന് പുറത്ത് ഇവിടെ വന്നു ചേർന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ താങ്ക്സ്. സ്റ്റാർട്ടിങ് ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്യാം. ഹേമലൻ ടീച്ചർ നമ്മളെ തുന്നൽ കലയുടെ അങ്ങേറ്റത്ത് കൊണ്ടുപോയി സ്വാഗതം ചെയ്യുന്നു. ലീല ടീച്ചറെ വിളിക്കുമ്പോൾ ഏതോ ഒരു റിലേഷനിൽ ആരുടെ സംസാരിക്കുന്ന പോലെയാണ്. പിന്നെ വിളിച്ച ഉടനെ കാൻപൂരിനാണ് വിളിക്കുന്നത് ആദ്യമായി ടീച്ചറെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ അവിടെ നിന്ന് വിളിച്ചാൽ നടക്കില്ല, നീ ഇങ്ങോട്ട് വാ, ഇവിടെ വീട്ടിലോട്ട് വാ, ഇവിടെ വന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് പിന്നെ പറയാം അതിനെപ്പറ്റി കെട്ടുകാരനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെ വിളിച്ചു. രൂപേഷ്, ഫസിലു നമ്മുടെ 24 മണിക്കൂർ ഓടുന്ന വണ്ടിയായിട്ടാണ് ഫസിൽ എപ്പോഴും. ഇപ്പോൾ വിളിച്ചാൽ അവർ റെഡിയാണ്. അപ്പോൾ ഫസിലു അവരൊക്കെ പോയി. അജേഷ് ഏറ്റവും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ അജേഷ്. അവർ കോണറിൽ ഇരിക്കുന്നത് നോക്കണ്ട, ഭയങ്കര ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി വണ്ടി എടുത്ത് പോയി ടീച്ചർ ഭയങ്കര ഹാപ്പിയായി. ടീച്ചർ പറഞ്ഞു, ഞാൻ എന്തായാലും വരും, പരിപാടിക്ക് ഉണ്ടാവും. അപ്പോൾ ടീച്ചർ ലീല ടീച്ചർ. പിന്നെ മോഹന മാഷ് വീട്ടിൽ പോയ സമയത്ത് അവിടെ സാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചു, പിന്നെ കാര്യം പറഞ്ഞു, സാറ് റെഡിയാണ്. അപ്പോൾ അതിന് റെഡിയാണ്. പിന്നീട് നമ്മൾ പോയി സാറിനെ പോയി കണ്ടു. പിന്നെ അങ്ങനെ മോഹന മാഷും വരാമെന്ന് സംഭവിച്ചു. സാറേയും ഈ പരിപാടിയിലോട്ട് മോഹന മാഷ്. പിന്നെ നളിനി ടീച്ചർക്ക് വരാൻ പറ്റിയിട്ടില്ല. ടീച്ചർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലുണ്ട്, വരാൻ പറ്റിയില്ല. അപ്പോൾ ടീച്ചർക്ക് പകരം അനന്ത മാഷയും പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ ഇബ്രാഹിം മാഷ് എപ്പം വിളിച്ചാലും ഭയങ്കര ആ എനർജി അന്നുള്ള അതേ എനർജി അന്നും ഉണ്ടായിരുന്നു. സാറപ്പോൾ അന്നേരം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ ഞാൻ റെഡിയാണ്. പിന്നെ ഡേറ്റ് ചോദിച്ചു. ഓക്കെ സാറിന് ആ സമയത്ത് കല്യാണം അതൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്, അന്നേരം നമുക്ക് ഒന്നുകൂടി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം മാഷ് ഇതിലോട്ട് സ്വാഗതം. പിന്നെ രാജമാഷ വീട്ടിൽ നമ്മൾ പോയതാണ്. ഞാൻ ഫസൽ രാജേഷൊക്കെ പോയതാണ്. അപ്പോൾ സാറും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രകാശ് മാഷ് കാര്യത്തിൽ ഡൗട്ടായിരുന്നു. സാറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് നമുക്ക് വരും പല ഭാഗത്ത് പല പ്രഷറും ചെലുത്തേണ്ടി വന്നു സാറെ വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ സാറിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, സാറിൽ എന്തായാലും വരണം, എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറാണ് സാറ്. അപ്പോൾ സാറിൻ്റെ ഭാവം ഇങ്ങനെയായിരുന്നു. ഇവിടെ ഞാൻ ഒരു ആക്കിനാന്ന് വിചാരിച്ചിട്ടാണ് സാർ അങ്ങനെ പറഞ്ഞു തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, അതൊക്കെ സാർ എടുക്കുന്ന രീതി. എനിക്ക് ജോഷി ഓർമ്മയായിരുന്നു, നമ്മുടെ ഡയറക്ടർ ജോഷി. ആ ഒരു ത്രില്ലിംഗ് ഫീലോട്ട് കൊണ്ടുപോയിട്ട് ആ തരത്തിലാണ് സാറിൻ്റെ ക്ലാസ്. അപ്പോൾ പ്രകാശ് ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. രാജമാഷ് വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, കേരളത്തിന് പുറത്തായിരുന്നു, മകളുടെ കൂടെയായിരുന്നു തോന്നും. അപ്പോൾ സാറും പറഞ്ഞു, ഞാൻ എന്തായാലും ഉണ്ടാവും, ഉത്സവത്തിന് സമയമാണ്, നാട്ടിൽ എന്തായാലും ഉണ്ടാവും.
സാറും. അപ്പോൾ അങ്ങനെയുള്ള ഇതിലോട്ട് സാർ. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ അശോകേട്ടൻ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ സാർ ഓക്കെയാണ്, അശോകേട്ടൻ ഓക്കെയാണ്. ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹിന്ദി ടീച്ചർ ചന്ദ്രി ടീച്ചർ നമ്മളെ വീട്ടിൽ പോയി നമ്മൾ കുറേ ടീച്ചർ എടുത്തിരുന്നു. ടീച്ചർ ഒരു വൈകിട്ടായിരുന്നു തോന്നുന്നു. നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ രൂപേഷ് അടക്കം ടീച്ചറെ കാണാറുണ്ട്, അപ്പോഴൊക്കെ ഒന്നുകൂടി ഓർമ്മ വെക്കാറുണ്ട്. അപ്പോൾ ടീച്ചറെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ രാമേന്ദ്രൻ മാഷെ കഥകൾ കേൾക്കാത്തവരെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. സാറും മറ്റേ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇമാജിനേഷനിൽ കൊണ്ടുപോയിട്ട് ആ ഒരു രീതിയിലാണ് സാറ് മഹാഭാരതം അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് സാറ് പറഞ്ഞത്. അവിടെ പ്രിയങ്കരനായ രാമേന്ദ്ര മാഷയും ഈ പരിപാടിയുടെ ഉദ്ദേശിക്കുന്നു. പിന്നെ കമല ടീച്ചറെ ഞാൻ എപ്പോഴും കാണുന്നതാണ്, അമ്പലത്തിൽ വെച്ചിട്ടും നമ്മളെ വീടിനടുത്ത് തന്നെയാണ്. ക്ലാസ് ടീച്ചറായിരുന്നു 6ാം ക്ലാസ്സിൽ. അപ്പോൾ കമല ടീച്ചറെയും ഈ പരിപാടിയോട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രിയമത ടീച്ചർ ഫസ്റ്റ് ടീച്ചർ, നമ്മളെ പറ പഠിപ്പിച്ച ഫസ്റ്റ് ടീച്ചറായിരുന്നു എന്ന് പ്രിയമത ടീച്ചർ. അപ്പോൾ പ്രിയമത ടീച്ചറെയും പിന്നെ ആതിരയുടെ അമ്മ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടീച്ചറെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത 2 ടീച്ചർ ഒരുമിച്ച് പറയാം. ദീപി ടീച്ചർ, വസന്ത ടീച്ചർ. അവർ അന്ന് ഇന്ന് ഒരേപോലെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വസന്ത ടീച്ചറെ വീട്ടിൽ പോകുന്നു, വസന്ത ടീച്ചർ കാണുന്നതിന് ഇതാ ഡയലോഗ് പറയുന്നത്, ടീച്ചർ അതുപോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ടീച്ചർ ഭയങ്കര ഹാപ്പിയാണ്. ടീച്ചർ അപ്പോൾ പറഞ്ഞ പോലെ ചായ തരാം, അവർ ചായ കാര്യം പറഞ്ഞിട്ടായിരുന്നു ചായ. അപ്പോൾ ടീച്ചർ അപ്പോൾ ഓക്കെ പറഞ്ഞു. ദീപി ടീച്ചറെ ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. റീന ടീച്ചറെ ഞാൻ കാണുന്നതാണ് എപ്പോഴും. അപ്പോൾ നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച റീന ടീച്ചറെയും ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രി ടീച്ചർ നമ്മുടെ PTയിൽ നമ്മൾ ആദ്യം പിന്നെ നമ്മുടെ PT നമ്മൾ പഠിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ വരുന്നത് കുമാരൻ മാഷ് ആയിരുന്നു നമുക്ക് ആദ്യം. അപ്പോൾ അതിനുശേഷം എനിക്ക് ടീച്ചർ നമ്മളിലോട്ട് സ്കൂളിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രി ടീച്ചർ നമ്മുടെ വീട്ടിൽ പോയി കണ്ടതാണ്. ടീച്ചറും അപ്പം തന്നെയായിരുന്നു. ടീച്ചറെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത ചന്ദ്രി ടീച്ചർ, കുറേ ചന്ദ്രി ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ ഗീത ടീച്ചർ, പിന്നെ ഗീത ടീച്ചർ നമ്മളിങ്ങനെ വിളിച്ച് പറയുകയാണ്. ടീച്ചർ വീട്ടിൽ അടുത്ത് തന്നെയാണ്. അപ്പോൾ ടീച്ചറെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അശോക് മാഷ് എൻ്റെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ സാറിനും വേറെ കുറേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അശോക് മാഷ് ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സജിത്ത് മാഷ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. സാറ് ആ ചെറിയ ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സാർ ഇവിടെ ഉണ്ടായിരുന്നത്. ദീപി കൂടിയാണ്, ദീപി ടീച്ചർ കസിനും കൂടിയാണ്. അപ്പോൾ സജിത്ത് മാഷയും ഇതിലോട്ട് സ്വാഗതം. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ ഭാഗവട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഞാൻ അന്ന് വരുമ്പോഴും അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇങ്ങനെ കാര്യം പറഞ്ഞ ഭാഗവട്ടൻ വരണം, മൂപ്പര് ഓക്കെ ആയിരുന്നു അപ്പോൾ തന്നെ. അപ്പോൾ ഭാഗവട്ടനെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശാന്തേച്ചി ഇല്ല, ലേറ്റാവെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എത്തുന്ന വിചാരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നവർക്ക് അഡ്വാൻസ് ആയിട്ട് സ്വാഗതം അറിയിക്കുന്നു. പിന്നെ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരെയും ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്താൻ പറ്റാത്തവർക്ക് നമ്മുടെ വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, യൂട്യൂബർ ഷിംജിത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന പറയുന്നതല്ല. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അതിൻ്റെ പൈസ തരുന്ന പറഞ്ഞു എനിക്ക്. അപ്പോൾ ഇത് ലൈവായിട്ട് പോകുന്നുണ്ട് യൂട്യൂബിൽ. കുറേ പേര് നമ്മുടെ ഫോറിനുള്ള ലിജിൽ നമ്മുടെ സ്കൂൾ ലീഡർ ആയിരുന്നു. അവരൊക്കെ ഭയങ്കരമായിട്ട് ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. വരാൻ പറ്റിയില്ല. അതുപോലെ രാധ ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ്, എന്നാലും എത്തിച്ചേരുന്നു പറഞ്ഞു. രാധ ടീച്ചറെയും ഇതിലോട്ട് അഡ്വാൻസ് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അങ്ങനെ ഫോറിനിലുള്ള അനൂപ് സി, മുഹമ്മദ്, പിന്നെ അങ്ങനെ കുറേ പേര് നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
നമ്മുടെ കൂടെ പഠിച്ചതും പഠിപ്പിച്ചവരുമായിട്ട് കുറച്ച് പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് അവരെ ഒന്ന് ഓർക്കാം. ടീച്ചേഴ്സിൽ രാമചന്ദ്രൻ PK മാഷ്, പിന്നെ കുമാരൻ മാഷ് ഡ്രില്ലിൻ്റെ, രാജൻ MP മാഷ് എൻ്റെ അയൽവക്കത്തായിരുന്നു, പിന്നെ ഗീത TM ടീച്ചർ. ഇത്രയും ടീച്ചേഴ്സ് നമ്മളെ കൂടെ ഇല്ല. പിന്നെ അവരോടൊപ്പം തന്നെ സ്റ്റുഡൻസ് ബബീഷ്, ജിജി, പ്രിയേഷ് നമ്മുടെ ക്ലാസ്സിലായിരുന്നു, EUC-യിലായിരുന്നു, പിന്നെ ആയിഷ. ഇത്രയും പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റെന്ന് മൗനം ആചരിക്കാം. ഓക്കെ, താങ്ക് യു. ആങ്കറിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയങ്കരിയായ സിംഷിയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, മറ്റു വിശിഷ്ടാതിഥികൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും വിനീതമായി നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ മുറ്റത്ത് വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോയൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പണ്ടൊരു ജൂണിൽ ഒരു മഴക്കാലത്ത് നമ്മളെല്ലാവരും ഈ മുറ്റത്ത് വന്നു നിന്നപ്പോൾ അന്ന് മനസ്സിലുണ്ടായ അതേ വികാരത്തോടെയാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഈ മുറ്റത്ത് നിൽക്കുന്നത്. അന്ന് നമ്മളെ വാക്കാലും നോക്കാലും ആശ്വസിപ്പിച്ച ഗുരുക്കന്മാരാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. അവരെ കാണാനും ആദരിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഇവരെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചൊക്കെ ഓർത്തിട്ടുണ്ടാവണം. നമ്മളെ നാമായി മാറ്റിയ ഈ അധ്യാപകർ ഒരു വലിയ വൃക്ഷം പോലെ തലയുർത്തി നമ്മെ കാത്തു നിർത്തിയവർ, അവരുടെ അനുഗ്രഹം എന്നും അന്നും എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വിദ്യാലയവും അധ്യാപകരും. അത് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ കൂടുതലായിരിക്കും. ഇന്നിവിടെ ഇങ്ങനെ ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളിൽ അലയടിക്കുന്നത് നമ്മുടെ ആ പഴയ വിദ്യാലയവും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സുദിനങ്ങളും കൈപിടിച്ച സുഹൃത്തുക്കളും ചേർത്ത് നിർത്തിയ അധ്യാപകരുമാണ്. പ്രാരാബ്ദങ്ങളില്ലാത്ത, പ്രശ്നങ്ങൾ തെല്ലുമില്ലാത്ത, എന്തിനേറെ ടെൻഷൻ എന്തെന്ന് പോലും അറിയാത്ത ഒരു ബാല്യകാലം. ആ കാലത്ത് നിന്നും നമ്മൾ ഇന്ന് ഈ കാണുന്ന നമ്മളിലേക്ക് എത്തിപ്പെടാൻ കൂടെ ഉണ്ടായിരുന്നവർ, പങ്കുവഹിച്ചവർ. ഈ ഒരു ഒത്തുചേരൽ ഒരുപാട് മുന്നേ നടത്തേണ്ടിയിരുന്നതായിരുന്നു എന്നൊരു അഭിപ്രായം വന്നപ്പോൾ അല്ല, ഇന്നാണ് നടത്തേണ്ടിയിരുന്നതെന്ന ദൈവനിശ്ചയത്തോടു കൂടി നമ്മൾ ഇന്ന് ഈ പരിപാടിയുടെ നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നിരിക്കുകയാണ്. 2021 കല്ലാമല UP സ്കൂൾ 1997 7th സ്റ്റാൻഡേർഡ് ബാച്ച് എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഓരോരുത്തരും ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിൽ നിങ്ങൾ ഓരോരുത്തരും വഹിച്ച പങ്ക് അനുമോദനാർഹമാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ഒത്തുചേരൽ പ്ലാൻ ചെയ്ത് നമ്മുടെ അധ്യാപകരെ സമീപിച്ചപ്പോൾ അവരെ എന്തുകൊണ്ടും ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങൾ തയ്യാറാണെന്ന്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ അധ്യാപകർ, അവരെയും നമ്മൾ ഒരുപാട് നമിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് വേറെ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഇന്നിവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കളെയും, പിന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത പ്രവാസികളായ സുഹൃത്തുക്കൾ, അവർ നൽകിയ ഊർജവും പ്രചോദനവും ചെറുതല്ല. അവർ നമ്മുടെ അവരുടെ വാക്കുകളും അവരുടെ ഓരോ പ്രവൃത്തികളും നമുക്ക് നൽകിയ ഊർജം അത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ അവരെ ഓർക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വരാൻ ആഗ്രഹിച്ചിട്ടും എത്തിച്ചേരാൻ പറ്റാത്ത, ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത പല പരിപാടികൾ കാരണം ഇവിടെ വരാത്ത അവരെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. അതേസമയം ഇവിടെ ഷിൻസ് ഇപ്പം പറഞ്ഞതുപോലെ നമ്മെ വിട്ട് ഈ ലോകം വിട്ട് പരലോകം കൊണ്ട അധ്യാപകരെയും സുഹൃത്തുക്കളെയും നമ്മൾ ഒന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഒത്തുചേരൽ 97 പിള്ളേര് ഒരു വലിയ സംഭവമായി ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ മാറുമെന്നത് ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്.
ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി 97-ലെ പിള്ളേരുടെ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മോഹനൻ മാഷയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അവരോട് വന്നിട്ടുള്ള ചെറിയ മക്കളോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. കാരണം ആ ചെറിയ മക്കളാണ് നമ്മളെ ഈ നിലയിൽ. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകരോട് ഇത് നടത്താൻ വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകിയവരോടും എല്ലാവരോടും ആദ്യമായി ഞാൻ നന്ദി പറയുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ നന്ദി പറയൽ മറന്നുപോകും. പിന്നെ അതുകൊണ്ടത് ആദ്യം പറഞ്ഞ. കാരണം ഞാൻ ചില കല്യാണ വീട്ടിലും പോയാൽ കീശയിൽ പൈസ ഇട്ടിട്ട് പോകും. പക്ഷെ വീട്ടിലെത്തിയാൽ പൈസ കീശയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് ആ ഒരു ഓർമ്മക്കുറവ് കുറേശ്ശെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വയസ്സ് 75. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്തു തന്ന അല്ലെങ്കിൽ നടത്തിയ ഈ പരിപാടി വളരെ ഗംഭീരമായൊരു പരിപാടിയാണ്. അതിന് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നു. മുഴുവൻ ആളുകളുടെ പേരും അറിയില്ലെങ്കിലും മുഴുവൻ ആളുടെ മുഖവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ ഓർമ്മയിലാണ്. ഈ സ്കൂളിൽ അധ്യാപികയായിരുന്നു എൻ്റെ അമ്മ, ഹൗസ് ടീച്ചർ. 39-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നിട്ടാണ് എൻ്റെ അമ്മ മരിച്ചത്. അന്ന് ഇന്നത്തെ പോലത്തെ ചികിത്സയൊന്നും അമ്മക്ക് കിട്ടിയിരുന്നില്ല. എങ്കിലും മദ്രാസിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അമ്മ മരിച്ചത്. ആ വേക്കൻസിയിലാണ് ഞാൻ ഇവിടെ വന്ന് ചേർന്നത്. അന്നത്തെ മാനേജർ പി ചാത്തു അവർ എന്നോട് പറഞ്ഞു, അമ്മയുടെ വേക്കൻസിയിൽ നിങ്ങൾ തന്നെ വരണം. ഞാനപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുക. അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൽ എത്തിപ്പെട്ടത്. അത് മാനേജറോടും മറ്റുള്ള അധ്യാപകരോടും അത് ഞാൻ നന്ദി രേഖപ്പെടുത്തി. പിന്നീട് പറയുകയാണെങ്കിൽ ഈ പരിപാടി നടന്ന് കാണാൻ വേണ്ടി 2 മാസം മുമ്പ് തന്നെ നടക്കുമെന്ന് 2 മാസം മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ ഇതെന്താണ് ഈ പരിപാടിയൊന്നും ഇല്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും രണ്ടാമത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. എന്തായാലും ആ കാര്യത്തിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ 7-ാം ക്ലാസ്സിൽ സയൻസ് എടുക്കുമ്പോഴാണ്. ഞാൻ തവളേനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ 3, 4, 5 തവളേനെ പിടിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു തവളേനല്ലാണ്ട് എത്ര തവളേനെ കീറ, പാവയല്ലേ, മഹാഭാവയല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുട്ടിയെ കൊണ്ടുവന്ന കുട്ടികൾക്ക് നിരാശപ്പെടുത്താതെ എല്ലാത്തിനെയും കീറി അതിൻ്റെ ഹൃദയത്തിൻ്റെ അവയവങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. ഒന്നും ഞാൻ, അതായത് ഹൈസ്കൂളിലെ ടീച്ചർമാർ വരെ അന്ന് ഇതൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ ഉപദേഷ്ടാവ് മടപ്പള്ളി ഹൈസ്കൂളിലെ ശങ്കരൻ മാഷെടുത്ത് ഞാൻ പോകും. കാരണം ഞാൻ ഒരു TTC-കാരനാണ്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരമില്ല. ഇപ്പം ഈ ക്ലാസ്സിലെ ചാർജ് എനിക്കുണ്ട്, പഠിപ്പിക്കാണ്ട് നിൽക്കാനും പറ്റുമോ ഇല്ല. ഞാൻ എന്ത് ചെയ്ത് സ്കൂൾ വിട്ടാൽ അധിക ദിവസം ശങ്കരൻ മാഷെ പോയി കണ്ട് അയാളടുത്ത് ഉപദേശം വാങ്ങിയിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. അന്ന് ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് പറഞ്ഞ ഓരോ വാക്കുകളും ഇന്ന് ശരിക്കും നടപ്പിലായിരിക്കും. കാരണം ഞാൻ 7-ാം ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞു, നമ്മളെ ഈ സാധാരണ ഫോൺ, ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് വീട്ടിൽ നിങ്ങൾ ആളോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അന്ന് കുട്ടികളോട് എന്താ മാഷി പറയുന്നത്, ഇതെല്ലാം ഏടെ നടക്കുന്നത്? നമ്മൾ നടക്കും, ചിലപ്പോൾ ഞാനുണ്ടാവില്ല, അതിലും
ശേഷമായിരിക്കുന്ന ആൾക്ക് ഇതിപ്പം ഞാൻ ഉള്ളതിനും തന്നെ ഇതൊക്കെ നടന്നു കഴിഞ്ഞു. എന്ത് കാര്യമായാലും ഞാൻ പരീക്ഷണം ചെയ്യണമെങ്കിൽ ആ പരീക്ഷണം ചെയ്തിട്ടേ നിർത്തുള്ളൂ. പരീക്ഷണം നടത്തിയിട്ട് ഒരിക്കൽ ഹൈഡ്രേറ്റഡാക്കുമ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെ മാഷന്മാർ മുഴുവൻ എന്നെ ചീത്ത പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇതാലത്തെ പണിക്ക് പോകുന്നു? ഞാൻ പറഞ്ഞ് ഒരു പഠിപ്പിക്കുമ്പോൾ അപകടങ്ങൾ ധാരാളം, പക്ഷെ ആ ഇതൊന്നും നമ്മളെ പഠിപ്പിക്കലിനെ ബാധിക്കൽ, ടീച്ചിങ്ങിനെ ബാധിക്കൽ പാടില്ല. പിന്നെ ഞാൻ ഇവിടെയുള്ള സമയത്ത് ഏറ്റുകാൽ മാഷ് എന്ന് പറയുന്ന ചോമ്പാലിലുള്ള ഒരു മാഷുണ്ട്, എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. ഞങ്ങൾ രണ്ടാളും പ്രധാന ജോലി പാമ്പിനെ പിടിക്കണം. എവിടെയെങ്കിലും പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി പിടിച്ച് അതിനെവിടെ ഫോർമാലിറ്റി കുപ്പിയിലിട്ടു. ഒരിക്കലും സ്കൂളൊരു പാമ്പ്, ഞാനപ്പാട് വന്ന് ഈ പാമ്പിനെ കണ്ടാൽ ഒരു ചവിട്ടപ്പോൾ തലക്ക് ചവിട്ടെന്ന് വെച്ചപ്പോൾ ചവിട്ടിയ നടുവിലായി തിരിഞ്ഞ് എൻ്റെ കാലിന് എടുത്തു. ഞാൻ അന്ന് ശരിക്കങ്ങ് ഭയന്നു പോയി. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ടീച്ചിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചില ആൾ വിചാരിക്കും ഇതെന്തെന്നാ മാഷൊക്കെ സ്കൂളിൽ പോയിട്ട് രണ്ട് വർത്താനം പറഞ്ഞ് പൈസയും വാങ്ങി പോരാലോ. അതല്ല കാര്യം. നമ്മൾ ഒരുപാട് ഒരുങ്ങേണ്ടതുണ്ട്, ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട്, കുട്ടികളിൽ നിന്ന് ഒരു ആശയം വരാതെ നിർത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ 100 കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മഹാന്മാരായിട്ടും മഹതികളായിട്ടുള്ള അധ്യാപകന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന്, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും ഏറ്റവും നല്ല നിലയിൽ എത്തിച്ചേരാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പണ്ട് എനിക്ക് ജഗദീശ്വരനൊന്നും വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈശ്വരന് വലിയ വിശ്വാസം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മറ്റേരോട് എന്ത് ഈശ്വരൻ, പക്ഷേ പിന്നെ നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ ഈശ്വര വിശ്വാസം വന്നിട്ടുണ്ട്. അത് കുറച്ച് നിങ്ങളോട് പറയുകയാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും ഈ മഹത്തായ പരിപാടി, അഭിനന്ദനീയമായ ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരു അധ്യാപകൻ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഒരു അധ്യാപിക എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ആദ്യ പാഠങ്ങൾ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്, നമ്മുടെ അധ്യാപകരിൽ നിന്നാണ്. മോഹൻ മാഷിന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. എങ്ങനെയായിരുന്നു മോഹനൻ മാഷെന്നും ഇവിടെയുള്ള അധ്യാപകർ എങ്ങനെയായിരുന്നു എന്ന്. മോഹനൻ മാഷെ ആദരിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഷിംജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മോഹനൻ മാഷ് അടുത്തതായി റീന ടീച്ചറെ ആദരിക്കുവാൻ രസ്ന ദേവിയെ ക്ഷണിക്കുന്നു. റീന ടീച്ചർ റീന അടുത്തതായി വസന്ത ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി ഷീജ VP യെ ക്ഷണിക്കുന്നു.
അടുത്തതായി പ്രിയംവദ ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി സിമിഷിയെ ക്ഷണിക്കുന്നു. അടുത്തതായി രാമചന്ദ്രൻ സാറിനെ ആദരിക്കുവാൻ വേണ്ടി അജേഷ് കെ എം ക്ഷണിക്കുന്നു. അടുത്തതായി പ്രേമലത ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി രബിഷയെ ക്ഷണിക്കുന്നു. അടുത്തതായി ലീല ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി ആതിരയെ ക്ഷണിക്കുന്നു. അടുത്തതായി പ്രകാശൻ മോശയെ ആദരിക്കുവാൻ വേണ്ടി ഫസലുവിനെ ക്ഷണിക്കുന്നു. ഇല്ല കുഴപ്പമില്ല, തല വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇല്ല കുഴപ്പമില്ല. അടുത്തതായി അശോകൻ മാഷിയെ ആദരിക്കുവാൻ വേണ്ടി രമ്യയെ ക്ഷണിക്കുന്നു.
അടുത്തതായി കമല ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി ഷിൻസിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ദീപിക ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി പ്രീജിത്തിനെ ക്ഷണിക്കും. അടുത്തതായി രാധ ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി ഷബാനയെ ക്ഷണിക്കുന്നു. രാധ ടീച്ചർ. അടുത്തതായി ചന്ദ്ര ടീച്ചറെ, ഹിന്ദിയുടെ ചന്ദ്ര ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി രജിഷ കെയെ ക്ഷണിക്കുന്നു. കയ്യടിക്ക് ശക്തി പോരാട്ടോ. അടുത്തതായി ചന്ദ്ര ടീച്ചർ, പി ടി ചന്ദ്ര ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി ജിനീഷിനെ ക്ഷണിക്കുന്നു. ജിനീഷ് ഇപ്പോൾ ഇവിടെ കാണാനില്ല, അതുകൊണ്ട് ഷിജിലിനെ ക്ഷണിക്കുന്നു. ഷിജിൽ പി കെ. അടുത്തതായി രാജൻ മാഷ്, രാജൻ ടി സാറിനെ ആദരിക്കുവാൻ വേണ്ടി ബിജോയിയെ ക്ഷണിക്കുന്നു. Google
അടുത്തതായി രാജൻ എം പി രാജൻ മാഷെ ആദരിക്കുവാൻ വേണ്ടി അനൂപ് കതിരെ ക്ഷണിക്കുന്നു. അനന്തൻ മാഷെ ആദരിക്കുവാൻ വേണ്ടി സച്ചിനിയെ ക്ഷണിക്കുന്നു. അടുത്തതായി ഗീത ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി ബേബി സുസ്നേഹയെ ക്ഷണിക്കുന്നു. ഗീത ടീച്ചർ. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണം. അടുത്തതായി സജിത് സാറിനെ ആദരിക്കുവാൻ വേണ്ടി ജിനിഷയെ ക്ഷണിക്കുന്നു. ഇബ്രാഹിം മാഷെ ആദരിക്കുവാൻ വേണ്ടി രജിഷ പി.ടിയെ ക്ഷണിക്കുന്നു. കയ്യടിക്ക് ശക്തി പോരായിരുന്നു. ഇപ്പം രണ്ടുപേര് വന്നപ്പോൾ കയ്യടിക്ക് ശക്തി കൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആദരവിനേക്കാൾ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കയ്യടികൾ തന്നെയായിരിക്കും. അടുത്തതായി അശോകേട്ടനെ ആദരിക്കുവാൻ വേണ്ടി രൂപേഷിനെ ക്ഷണിക്കുന്നു.
അടുത്തതായി ബാബുവേട്ടനെ ആദരിക്കുവാൻ വേണ്ടി ജിനീഷിനെ ക്ഷണിക്കും. കയ്യടി. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ അധ്യാപകരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വാക്കുകൾ നമ്മളോട് പറയാൻ ഇത്ര കാലങ്ങൾക്കിപ്പുറം പറയാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നില്ല. ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അധ്യാപകർക്ക് ഒന്ന് ഇങ്ങോട്ട് വന്ന് 2 വാക്ക് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രകാശൻ സർ, രാജമാഷ് പറയാനുണ്ടാവും എന്തായാലും. റെക്കോർഡാ അപ്ലോഡ് ചെയ്യും. എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയൊക്കെ ആയിട്ടുണ്ട്. അവിടെ കുട്ടികളൊക്കെ കാണുന്നുണ്ട്, അവരുടെ കുട്ടികളെയും കാണുന്നുണ്ട്. കുട്ടികളെ അതുപോലെ തന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ വളരെ നല്ല ഒരു സുദിനമായിട്ടാണ് എനിക്കിന്ന് അനുഭവപ്പെട്ടത്. ഒരു വട്ടം കൂടി ഈ പുണ്യവിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഒന്ന് നിൽക്കാനും നമ്മൾ ഇങ്ങനെ ഒത്തുചേരാനും സാധിച്ചതിൽ ഇതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളോട് സംഘാടകരോടും ഞാൻ സംഘാടകരെയും അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും കലാമര സ്കൂളിൽ ഇങ്ങനെയുള്ളൊരു അനുഭവം മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ പങ്കെടുത്തിട്ടില്ല. പൂർവ്വ വിദ്യാർത്ഥി സംഘവും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഉള്ള ഒരു വലിയ സംഗമം. ഇത് ഒരു പുത്തൻ ഉണർവ് നമുക്ക് മാത്രമല്ല സമൂഹത്തിനാകെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2 തലമുറകൾ സമ്മേളിക്കുകയാണ്. അധ്യാപകരാണെങ്കിലും ആ പഴമയിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ ഓർത്തിണക്കി കൊണ്ടുവന്നവരായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായി നിങ്ങൾ 1997 ശേഷം ഒരുപാട് അനുഭവങ്ങളിലൂടെ നല്ലതും മോശമായ ദുഃഖപൂർണവും സുഖപരവുമായ എല്ലാ അനുഭവങ്ങളിലൂടെയും നീന്തി കടന്ന് വന്നവരാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ട്. ഈ അനുഭവങ്ങൾ നമ്മൾ പരസ്പരം അറിയാനും അറിയിക്കാനും സാധിക്കുന്ന ഒരു വേദി ഉണ്ടായത് വളരെ സന്തോഷകരമാണ്. ഒരുപക്ഷെ എനിക്ക് എല്ലാവരും 80-ൻ്റെ അടുത്തെത്താൻ പോകുന്നുണ്ട്. ഒരു 2-3 വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള വേദികൾ, ഇങ്ങനെയുള്ള സംഗമങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉന്മേഷം, തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 2 കൂട്ടർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് 2 പേർക്കും അത് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അതുണ്ടാവാൻ വേണ്ടി ഈ ഒരുപാട് ഒരുക്കങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഈ സംവിധാനമൊക്കെ കാണുമ്പോൾ വളരെയധികം പ്രയാസപ്പെട്ടുണ്ടാവും. അതായത് ഒരു സംഘാടനം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും വളരെ വിജയകരമായി അത് സംഘടിപ്പിക്കാനും ഈ പരിപാടി ഇവിടെ വെച്ച് നടത്താനും വിജയിപ്പിക്കാനും സാധിച്ചതിൽ ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ അഭിനന്ദിക്കുകയാണ്. അനുഭവങ്ങൾ ഒരുപാടുണ്ടാവാം, ദുഃഖകരമായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷകരമായിരിക്കാം. അതിനൊക്കെ ധൈര്യപൂർവം നേരിട്ടുകൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കണം. പലർക്കും ഉന്നതങ്ങളിലെത്താൻ സാധിച്ചിട്ടുണ്ടാവാം. 97-ന് ശേഷം പഠിച്ച പലപ്പോഴും എനിക്ക് ഞാൻ പലപ്പോഴും അനുഭവത്തിൽ പറയാറുണ്ട്. 7ാം ക്ലാസ് എല്ലാം തന്നെ വളരെ മോശമായിട്ട് പഠനത്തിൽ താല്പര്യം കുറഞ്ഞ കുട്ടികൾ പോലും പിന്നീട് അത്ഭുതകരമായ രീതിയിൽ പഠിച്ച് മുന്നേറി പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെ എത്തിയവരൊക്കെ എൻ്റെ അറിവിലുണ്ട്. കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
അത് നമ്മുടെ അറിവ് എവിടെ തുടങ്ങണമെന്നും നമുക്ക് ഒരു നിശ്ചയമില്ല. പലപ്പോഴും വൈകിട്ടാവാം, ചിലപ്പോൾ ആദ്യമായിരിക്കാം. എങ്കിലും ഏത് സന്ദർഭത്തിലും ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ വിജയിക്കും, ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറ്റും എന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയാൽ തീർച്ചയായിട്ടും വിജയം നമ്മെ തേടിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് അങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടായാൽ കുറേ കൂടി ഈ ഇന്ന് കാണുന്ന പല ധാർഷ്ട്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിനൊരു സന്ദേശമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങളും സന്ദേശങ്ങളും ഉണ്ടാവാൻ ഇനിയും ഇടവരട്ടെ എന്ന് മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടുകൂടി വളരെ കാലം സുഖമായി ജീവിക്കാനും നല്ല നിലയിൽ എത്തിച്ചേരാനും സാധിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയമാഷെ ആദരിക്കാൻ വേണ്ടി രേഷ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി അധ്യാപകർ നമ്മളോട് സംസാരിക്കുന്നു. അനന്തൻ മാഷ്ക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. ഞാൻ അനന്തൻ മാഷ്ക്ക് ഫോൺ ഇത് കൊടുക്കാം, മൈക്ക് കൊടുക്കാം. എൻ്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ശിഷ്യന്മാരെ, വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഞാനിവിടെ ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണിത്. ഞാൻ ജോലി ചെയ്തത് ഇവിടെ തന്നെയാണ്. 1959 ജൂൺ മാസത്തിലാണ് ഞാനിവിടെ ഒരു അധ്യാപകനായിട്ട് ചേരുന്നത്. എൻ്റെ കൂടെ പ്രവർത്തിച്ച പലരും ഇന്ന് ഇഹലോകവാസം ഒഴിഞ്ഞു. അച്യുതൻ മാഷ്, ഗോവിന്ദൻ മാഷ്, AT ഗോപാല മാഷ്, M ഗോപാല മാഷ്, ഇങ്ങനെ പലരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. അവരൊക്കെ വിട്ടുപോയി. എന്തോ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ ജീവിക്കുന്നു. പ്രായം വളരെ അധികരിച്ചു. ഇപ്പോൾ 88 ആയി. എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാനറിയില്ല. പിന്നെ വേറെ എന്ന് പറയാനുള്ളത്, നിങ്ങളൊക്കെ നല്ല നിലയിൽ നല്ല കുടുംബജീവിതം നയിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെ വലിയ സന്തോഷം. അന്ന് നിങ്ങളെ ഒക്കെ ഞാൻ വളരെയധികം ശിക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വെറുക്കുന്നവരുണ്ടായിരിക്കും. അതേ സമയത്ത് അതൊന്നും എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കേണ്ടി വന്നത്. അന്നത്തെ ഞാൻ ഇവിടെ ആദ്യം ചേർന്നമ്മയുള്ള ഹെഡ് മാസ്റ്റർ നാണ മാസ്റ്ററായിരുന്നു. അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു 2 കൊല്ലം. നാണ മാഷ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റായിരുന്നു. കുട്ടികളെ കാര്യത്തിൽ മാത്രമല്ല, ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അധ്യാപകർ ആരും വൈകി വരാൻ പാടില്ല. 9 അസുഖ കാര്യമൊക്കെ ആയതുകൊണ്ട് എവിടെയും പോക്കില്ല, പുറത്ത് തന്നെ അങ്ങനെ പോക്കില്ല. അപ്പം ഈ പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. എല്ലാവരെയും ഒന്ന് കാണാമല്ലോ. കൂടെ വർക്ക് ചെയ്തവരെയും 97 ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച വിദ്യാർത്ഥികളെയും ഒന്ന് കാണാമല്ലോ എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്.
ഈ വിരുന്ന് നൽകിയതിന്, ഈ സദസ്സ് ഒരുക്കിയതിന്, ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് അശോകേട്ടൻ, രാമേന്ദ്ര മാഷിനെ ക്ഷണിക്കും. പ്രിയമുള്ള കുട്ടികളെ, സഹപ്രവർത്തകരെ, ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. 26 കൊല്ലം മുമ്പേ ഉള്ള നിങ്ങൾ നമ്മളെയൊക്കെ ഓർക്കാനും വിളിക്കാനും ഒന്ന് ഒത്തുകൂടാനൊക്കെ സന്മനസ് കാണിച്ചതിൽ വളരെ സന്തോഷം. നല്ല ഓർമ്മകളാണ് ഇവിടുത്തെ എല്ലാ ബാച്ചിനെ കുറിച്ചും നല്ല ഓർമ്മകൾ തന്നെയാണ്. എനിക്കുള്ളൊരു പ്രത്യേകത, എനിക്ക് എല്ലാവരും ഒരു 90% പേരുടെയും പേരെനിക്ക് ഓർമ്മയുണ്ടെന്നുള്ളതാണ്. ഞാനിപ്പോൾ വരുന്നവരൊക്കെ ഒരു 90% പേരെ ഞാൻ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ചുരുക്കം ചെറുപ്പം മാത്രമേ എനിക്ക് ഓർമ്മയില്ലാതുള്ളൂ. ഒരുപാട് സന്തോഷം. ഒരുപാട് പാഠങ്ങളും കൂടി പഠിച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന്. ഒരിക്കലും മറക്കാത്തൊരു ബാച്ചാണ് നിങ്ങൾ. ഞാൻ ഇവിടെ 3ലും 4ലും സയൻസ് എടുക്കാറുണ്ടായിരുന്നു. സയൻസ് കുറേ കാലം ചേർന്ന് മുതലേ പഠിപ്പിക്കുന്നുണ്ട്. സയൻസ് നിങ്ങളെ ബാച്ച് ഉള്ള സമയത്തും സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. 3ലും 4ലും. അന്ന് ക്ലാസ് ഇവിടെയായിരുന്നു. അപ്പോൾ പ്രകാശ് മാഷ് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ക്ലാസ്സിൻ്റെ സ്ഥിതി. അപ്പോൾ അതിലൊരു പാഠമുണ്ടായിരുന്നു. നമ്മളെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു പാഠമുണ്ടായിരുന്നു. ആ പാഠം പഠിപ്പിക്കുമ്പോൾ ഹാൻഡ് ബുക്കിൽ രക്ഷിതാക്കളുടെ ഈ ലഹരി ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കൂടി രക്ഷിതാക്കളുടെ ലഹരി ഉപയോഗം തടയുക എന്നുള്ളൊരു കാര്യമാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഹാൻഡ് ബുക്കൊക്കെ വായിച്ച് അപ്പോൾ അന്ന് പാടെടുക്കുമ്പോൾ പിന്നെ ഈ പുകവലിയെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ നല്ല പോസ്റ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി രക്ഷിതാക്കളെ എങ്ങനെയുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് പറഞ്ഞ് നിങ്ങളവർ നിയന്ത്രിക്കുന്നതൊക്കെ ഘോരം ക്ലാസ് എടുത്ത് എനിക്കത്രൊരു ചെറിയ ദുസ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് പുകവലിയൊരു ഫാഷനാണ്. ഇന്നത്തെ പോലെ കുറ്റകരം പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ സ്ഥിതിയൊന്നുമില്ല. പരസ്യമായിട്ട് ഞാൻ അങ്ങനെ വലിക്കാറൊന്നുമല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഉച്ചക്കെല്ലാം ബാബുവിൻ്റെ ഇവിടെ പോയിട്ട് ആരും കാണാണ്ടൊരു സിഗരറ്റ് ഒഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കഷ്ടകാലത്തിൽ ഉച്ചയ്ക്ക് ഞാൻ ബാബുവിൻ്റെ ഇവിടെ പോയി ആരുമില്ല, പുറത്തുള്ള ആരുമില്ല, കുട്ടികളോ അങ്ങനെ ഇല്ല. എന്നെ പോയതിന് ശേഷം ഞാൻ സിഗരറ്റ് വലിച്ചു. കഷ്ടകാലത്തിന് അസമയത്താണ് ആതിരയും ജിൻസി അങ്ങനത്തെ കുറച്ച് ആൾക്കാർ 3-4 ആൾ വന്ന് ഞാൻ വലിക്കുന്നേ കണ്ട്. അപ്പം തന്നെ ഞാൻ വല്ല സുഖാര്യം കാര്യം കാണാണ്ട് ഇങ്ങനെ പിടിച്ച് അപ്പോഴേക്ക് തോന്നി ഇവിടെ കണ്ടിട്ടുണ്ട്, എന്തായാലും എന്തെല്ലോ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി മുഖഭാഗം. ഞാൻ കയറി വന്നാൽ പ്രിയംപ്രവർത്തിച്ചുള്ള പറയായിരിക്കും, അതിലപ്പുറം ചെയ്യില്ല. അപ്പോൾ ഞാൻ വേഗം പിടിച്ച് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ 4A 4B ഇവിടെയാണ് ക്ലാസ്. സകല കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ബാബുവിൻ്റെ കൂടി മുമ്പിൽ വെച്ച് എന്നെക്കൊള്ള നിങ്ങളെങ്ങനെയാണ് വലിക്കുക സിഗരറ്റ്, നിങ്ങളല്ലേ ഞാൻ പഠിപ്പിച്ചെങ്കിൽ ലഹരി വസ്തുക്കൾ വിൽക്കാൻ പാടില്ല മറ്റതാ പറഞ്ഞത്. ഭയങ്കര പ്രശ്നം. ഭാഗ്യത്തിൻ്റെ വീടിൽ പുറത്തുള്ളവരില്ലാത്തോടെ ഞാൻ രക്ഷപ്പെട്ടു. ശരിക്കും അന്ന് ഞാൻ ഒരു പാഠം പഠിക്കുകയും ചെയ്തു. നമുക്ക് സാധിക്കാത്തൊരു കാര്യം പറയാൻ പാടില്ല. നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ പറയാൻ പാടില്ല എന്നൊരു പാഠം അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിച്ചു. അതിൻ്റെ സന്തോഷം. പിന്നെ ഇതുപോലെ കൂടിച്ചേർന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രമാഷുകളുടെ സ്മരണകളാണുള്ളത്. മാഷക്ക് വരാൻ പറ്റാത്തതിൽ വളരെയധികം വേദനയോടുകൂടിയാണ് ഇന്ന് രാവിലെ മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ അസുഖം വേഗം മാറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. അടുത്തതായി ചന്ദ്ര ടീച്ചർ സംസാരിക്കും. കമല ടീച്ചർ, ജയമാഷ് നമ്മളോട് സംസാരിക്കുന്നു. ജയമാഷ് ഒരു പാട്ട് കൂടി പാടട്ടെ അല്ലേ? എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ അഭിവദ്യരായ വിദ്യാർത്ഥികളെ, ഞാൻ 1981 ഇവിടെ സംഗീത അധ്യാപകനായി വന്നത്. ആ സംഗീത അധ്യാപകനായി വരുന്ന കാലത്തും ഞാൻ സംഗീതം എന്താ എന്ന് പഠിച്ച്
ഒരു സർട്ടിഫിക്കറ്റിൽ ഇവിടെ വന്ന് സംഗീത അധ്യാപകനായി. അതിനുശേഷമാണ് ഞാൻ ഒരുപാട് കാലം വലിയ വലിയ പ്രഗത്ഭരായ സംഗീതജ്ഞന്മാരെ കീഴിൽ സംഗീതം അഭ്യസിച്ച് ഇന്നും സംഗീത ഉപാസന ചെയ്യുന്ന ഭാഗ്യം സിദ്ധിച്ച് ഒരുപാട് സംഗീത പ്രതിഭകളെ വളർത്തിയെടുക്കാനും ഉള്ള ഭാഗ്യം സിദ്ധിച്ചു. കല്ലാമല സ്കൂളിൽ ഞാൻ 29 വർഷം ഈ മണ്ണിൽ സംഗീതം ഇതായി. 7ാം ക്ലാസ്, 6ാം ക്ലാസ്, 1ാം ക്ലാസ് മുതൽ എനിക്കൊരു പ്രത്യേക റൂമുണ്ടായിരുന്നു അവിടെ ഞാൻ അതൊരു ക്ഷേത്രം പോലെയാണ് പരിപാലിച്ച്. ഇപ്പം അത് കൂട്ടിയിട്ട് കണ്ട്. അപ്പോൾ സ്കൂളിലെ കുട്ടികളായാലും അധ്യാപകരായാലും ആ മുറിയിൽ വരുമ്പം ചെരുപ്പെല്ലാം കഴിച്ചു വെച്ച് വളരെ ആദരവോടുകൂടി മാത്രമേ ആ റൂമിൽ കയറാറുള്ളൂ. അങ്ങനെ 29 കൊല്ലം സേവനം ഇവിടെ അനുഷ്ഠിച്ചതിന് ശേഷം ഇപ്പം സംഗീതം ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു 4 വരി നാട്ടരാഗത്തിലുള്ള ഗണപതി കീർത്തനം, മുത്തുസ്വാമി ദീക്ഷിതർ കീർത്തനം എല്ലാ ആയുരാരോഗ്യ സഖ്യവും നമ്മുടെ വിദ്യാർത്ഥികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു 4 വരി നാട്ടരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കീർത്തനം ഒരു 4 വരി ജപിക്കുന്നതാണ്. മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം മനസാ സ്മരാമി. മഹാദേവസുതം ഗുരുഗുഗനുതം, മഹാദേവസുതം ഗുരുഗുഗനുതം, മാരകോടി പ്രകാശം ശാന്തം, മഹാകാവ്യനാടകാദിപ്രിയം, മൂഷികവാഹനമോദകപ്രിയം, മഹാഗണപതിം മനസാ സ്മരാമി. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഈ ഗെറ്റ് ടുഗദർ നടത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ സന്താനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സാറിൻ്റെ മധുരമായ ശബ്ദം നമ്മളെ പഴയ കാലങ്ങളിലേക്ക് പിന്നെയും തിരിച്ചുകൊണ്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആ ശബ്ദത്തിന് ഒരു മാറ്റവും ഇല്ലാതെ വണ്ടിയിൽ AC-ലിട്ട് അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ പ്രേമദ ടീച്ചർ, ദീപിക ടീച്ചർ, അശോകൻ മാഷ്, നമ്മളോട് സംസാരിക്കുവാൻ അശോകൻ മാഷെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ഒരുപാട് പ്രയാസത്തോടു കൂടിയാണ് സത്യത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പ്രകാശമാഷും രാമേന്ദ്ര മാഷൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരുപാട് ഊർജ്ജസ്വലതയോടെ പങ്കെടുക്കേണ്ട ചന്ദ്രൻ മാഷ്ക്ക് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുക. സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങൾ കാണിച്ച സ്നേഹം, നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞതുപോലെ ഒരു 5-6 പ്രാവശ്യം ഫോണിൽ കൂടിയും നേരിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ നമുക്കാവില്ല. ആ തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മായാതെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പം ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരും, ഞാൻ ഈ പ്രദേശത്തുകാരൻ തന്നെ ആയതുകൊണ്ട് ഈ അടുത്തുള്ള ആയതുകൊണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ പല സമയത്തായിട്ട് കാണാൻ വേണ്ടി കഴിയാറുണ്ട്. അവരുമായിട്ട് പലപ്പോഴും കാണുമ്പോൾ സ്നേഹങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും ജീവിത ചുറ്റുപാടിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ ഒരുവിധം അറിയാൻ എനിക്ക് സാധിക്കാറുണ്ട്. എന്തു തന്നെയായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മ അത് തുടർന്നു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ള ഒരു നിർദ്ദേശം എനിക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് വെക്കാനുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടെ 1-ാം ക്ലാസ് മുതൽ പഠിച്ച കുറേ കുട്ടികൾ കാണും. ഒരു 91 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഇവിടെ 1-ാം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം നേരത്തെ പ്രകാശ് മാഷ് ചില കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സംഭവം, ഒരു രസമുള്ളൊരു സംഭവം ഞാൻ പറയാം. അത് നമ്മൾ രതീഷിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പം രതീഷ് എനിക്ക് തോന്നുന്നു 91-ൽ 1-ാം ക്ലാസ്സിൽ നമ്മൾ വീട്ടിൽ പോയി ചേർത്തു. ഞാൻ രാമേന്ദ്ര മാഷ് നമ്മൾ 2-3 ആൾക്കാരൊക്കെ പോയി വീട്ടിൽ പോയി ചേർത്താ, 1-ാം ക്ലാസ് പോയി ചേർത്താ. അതേ സമയത്ത് തന്നെയാണ് റേഷൻ കാർഡിലും പേര് ചേർക്കുന്നത്. മൂപ്പരെ ഞാനും രാമേന്ദ്ര മാഷൊക്കെ നമ്മൾ ഒരു 10-25 പ്രാവശ്യം ഒന്നല്ല ഈ സംഭവം പറഞ്ഞിരുന്നു. ഇപ്പൊ രതീഷ് അന്ന് പറഞ്ഞ സംഭവം ഒരു വാക്കുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഈ സ്കൂളും റേഷൻ കാർഡിൽ 2 ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ എല്ലാം പോവാന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസമുള്ള അനുഭവങ്ങൾ നമുക്ക് ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെയായാലും നിങ്ങളോട് കാണിച്ച ഈ സ്നേഹപ്രകടനം നമ്മൾ ഉള്ള കാലം വരെ തീർച്ചയായിട്ടും സ്മരിക്കും. വളരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റ് ചില സംഗമത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം സംഗമങ്ങൾ നമുക്ക് എപ്പോഴും ഒരുപാട് സന്തോഷം നൽകുന്നതായിരിക്കും. ഞാൻ കുറച്ച് മുമ്പേ ഒരു 5-6 വർഷം മുമ്പേ മറ്റൊരു സംഗമത്തിൽ, ഞാൻ കല്ലാമല സ്കൂളിൽ വരുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് പേരല കോളേജ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു സംഗമത്തിൽ, കല്ലാച്ചി വെച്ചിട്ടുള്ള സംഗമത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എല്ലാവരും പെൻഷൻ പറ്റിയിട്ട്, ജോലിയൊക്കെയുള്ള ആൾക്കാർ പെൻഷൻ പറ്റി, ഞങ്ങളായിട്ട് ഒരു 5-8 വയസ്സിൻ്റെ വ്യത്യാസമുള്ള ആൾക്കാർ, അത്തരക്കാരുടെ ഇത്തരം സംഗമത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇവിടെ പങ്കെടുത്ത എല്ലാവരും കുറേ ആൾക്കാർ അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഓരോ നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ പരിപാടിക്ക് എല്ലാ തരത്തിലുള്ള സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
വളരെ നന്ദി സർ. അടുത്തതായി ഗീത ടീച്ചർ നമ്മളോട് സംസാരിക്കും. പറ്റൊന്നുമില്ല. എന്തായാലും ഇപ്പം ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കക്കുറവ്. എനിക്ക് പലപ്പോഴും അതൊരു മാഷ് പറയുന്ന പോലെ തന്നെ എന്നെ വല്ലാതെ ഒരു വിഷമിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ 95-ലാണ് ഇവിടെ വന്ന് ചേർന്നത്. അതിനു മുമ്പ് മലപ്പുറം GMLP സ്കൂൾ കിട്ടിപ്പാല അവിടെയാണ്. അപ്പോൾ അവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ 75 കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ. ചിലപ്പോൾ ചില ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടാവും. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ ബാക്കിലെ കുട്ടികൾ എന്ത് ചെയ്യും, ഈ കൊത്തങ്കല്ല് കളിക്കും. എല്ലാവരും ലൈനായിട്ട് കൊത്തങ്കല്ല് കളിക്കില്ല. നമ്മളിങ്ങനെ ഓരോ സെക്കൻഡും ഇങ്ങനെ കുട്ടികളിങ്ങനെ ബെഞ്ചിലേക്ക് ഇരുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ സ്കൂൾ വന്നപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായി. എനിക്ക് ഇവിടുത്തെ അച്ചടക്കവും എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ച എൻ്റെ സങ്കല്പത്തിലെ സ്കൂളായിരുന്നു ഇത്. കുട്ടികളും എല്ലാം നല്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ്. എന്നെ വിളിച്ചത് ഷിൻസോ രൂപേഷോ ആരാന്നറിയില്ല. ഞാൻ അന്നേരം ഉള്ളിയേരി മെഡിക്കൽ കോളേജിലായിരുന്നു. ആ സമയത്ത് അവർ ചോദിച്ചു എന്താ ടീച്ചർക്ക് സഹായം വേണ്ടതെന്നൊക്കെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് 2 മക്കളല്ല, ഒരുപാട് മക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കൾ. നിങ്ങൾ ഓരോ വഴി കാണുമ്പോഴും എനിക്ക് തരുന്ന സ്നേഹം എനിക്ക് എത്രയോ വലുതാണ്. ഇനിയും നിങ്ങളുടെ ഈ അർപ്പണ മനോഭാവം കൈവിടാതെ നമ്മുടെ ജീവിതത്തിലും സുഖമായിരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വളരെ അത്യാവശ്യമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് എനിക്ക് പോകാനുള്ള അനുവാദം തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ അധ്യാപകർ ഇവിടെ എത്തിയിരിക്കുന്നത്. അടുത്തതായി സജിത് സാർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ ഗുരുക്കന്മാരെ, സഹപ്രവർത്തകരെ, പല പ്രിയങ്കരായ ശിഷ്യന്മാർ, ശരിക്ക് ഈ സ്കൂളിൽ ഞാൻ വെറും 1.5 വർഷം മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ 2 വർഷം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള 2 വിദ്യാലയങ്ങളിൽ എംപ്ലോയ്മെന്റ് വഴി സർവീസ് നടത്തിയ സമയത്താണ് ലീല ടീച്ചർ പോകുന്ന ഒരു വിഷമമുണ്ട്. ലീല ടീച്ചർ പോകുന്ന ഒരു നമ്മളെ പ്രിയങ്കരായ ശിഷ്യയാണ്. പ്രിയപ്പെട്ട ടീച്ചർ പോകുന്ന ഒരു വിഷമം തോന്നുന്നു. നവംബർ മാസത്തിൽ ഇവിടെയുള്ള ഒരു ബസുമതി ടീച്ചർക്ക് PSC കിട്ടിപ്പോയ സമയത്തായിരുന്നു ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്. പക്ഷേങ്കിൽ 92-ൽ കാസർഗോഡ് PSC വഴി എനിക്ക് ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാൻ വല്ലാത്ത മനപ്രയാസമായിരുന്നു. വളരെ പ്രയാസത്തോടുകൂടി ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നു. കാരണം ജോലി സ്ഥിരത എന്നുള്ളത് ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു ജോലി സ്ഥിരത കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ടും കാസർഗോഡ് നിന്ന് ഇന്റർ ഡിസ്ട്രിക്ട് വഴി കോഴിക്കോടേക്ക് വരാമെന്ന് ഉപദേശം കിട്ടിയത് കൊണ്ടും ഞാൻ കാസർഗോഡേക്ക് പോയി. പക്ഷേ എന്നെ ഷിൻസി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 97 ബാച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 97 ഞാൻ നിങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഷിൻസ് പറഞ്ഞു രൂപേഷ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. രൂപേഷൻ എപ്പോഴും കാണും, ജോലിക്ക് പോകുമ്പോൾ രൂപേഷ് കാണും. ഞാൻ ചെറിയ ക്ലാസ്സിലാണ് ഇവിടെ പഠിപ്പിച്ചത്, 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ തോന്നുന്നത്. അപ്പോൾ രൂപേഷ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിൽ നിങ്ങളെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തിയാണ്. അപ്പം ഞാൻ ഇവിടെയുള്ള പ്രഗത്ഭരായ അധ്യാപകന്മാർ, ഗുരുക്കന്മാർ, മോഹൻ മാഷ് എൻ്റെ ഏട്ടനാണ്. മോഹൻ മാഷപ്പോലുള്ള പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകന്മാർ, അതുപോലെ തന്നെ പ്രഗത്ഭരായ എൻ്റെ സഹപ്രവർത്തകർ ഒക്കെ ജോലി ചെയ്യാൻ എൻ്റെ ഏടത്തിയമ്മ ദീപിക ടീച്ചറൊക്കെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്താണ്. ആ സമയത്താണ് ഞാൻ മാറിപ്പോകുന്നത്.
പിന്നീട് ഞാൻ കാസർഗോഡ് നിന്ന് ഏറെക്കുറെ ശേഷം കോഴിക്കോടുള്ള ഫറൂഖിനടുത്തുള്ള ഒരു സ്കൂളും 2 സ്കൂളുകളും കോഴിക്കോട് സിറ്റിയിലെ തളി ഗവൺമെൻറ് UP സ്കൂളും കുറേ കാലം ജോലി ചെയ്തു. ഒരു 20 വർഷത്തോളം. ടീച്ചറെ അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ സർവീസിൻ്റെ അവസാന ഘട്ടത്തിൽ അഴിയൂർ ഹൈസ്കൂളിൽ ഒരു 6 വർഷം ജോലി ചെയ്യാൻ കഴിഞ്ഞു. 2020 കോവിഡിൻ്റെ രൂക്ഷമായ സമയത്താണ് ഞാൻ അവിടെ നിന്ന് റിട്ടയർ ആയത്. പക്ഷേ ഈ കല്ലാമല സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ എപ്പോഴും ഓർമ്മകളാണ്. കാരണം പ്രകാശ് മാഷും അശോക് മാഷൊക്കെ പറഞ്ഞതുപോലെ ഞാനും ഇവിടെ പഠിച്ചിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ അധ്യാപകരായിരുന്നു. പിന്നെ ഒരുപാട് ഇത്രയും നല്ലൊരു ഗുരുക്കന്മാരെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവരൊക്കെ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കും അത്രയും നമുക്ക് ജീവിതത്തിൽ എല്ലാ പുരോഗതിയും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നല്ല ഒരിക്കലും നിങ്ങൾക്ക് എവിടെ പോലും കാണാൻ കഴിയില്ല. അപ്പൊ എന്തായാലും ഈ എന്നെ ഇവിടെ പരിചയമുള്ളവർ ആതിര, പ്രിയമ്പത ടീച്ചർ മോൾ ആതിരക്ക് എന്നെ അറിയാം, രൂപേഷിന് അറിയാം, പിന്നെ ഷിൻജിത്ത് എന്നുള്ള കുട്ടീനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് വലുതായി ഇപ്പോഴാണ് കാണുന്നത്. ഷിൻജിത്ത് കല്യാണം കഴിച്ച എൻ്റെ അഴിയൂർ സ്കൂളിലെ സഹപ്രവർത്തക ഒരു പിന്നെ ടീച്ചറാണെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എന്നെ അറിയാത്തവർ കുറേ ഉണ്ടാവും. പക്ഷെങ്കിൽ ചെറിയ ക്ലാസ്സിൽ കുറഞ്ഞ സമയം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കൂല. എങ്കിലും എന്നെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞാൻ അതിയായ സന്തോഷവും ഒരുപാട് നന്ദിയും നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സർവ്വ രീതിയിലുള്ള പുരോഗതിയും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ മക്കളൊക്കെ വലിയ രീതിയിൽ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ കൂട്ടായ്മയിൽ എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ നന്ദി സർ. നമ്മളോട് ഇവിടെ സംസാരിക്കാത്ത അധ്യാപകരെല്ലാം മനസ്സുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു സ്റ്റേജിൽ മൈക്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ചിലരൊക്കെ ഇമോഷണലി അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തവരുമാണ്. എന്നാലും അവർ മനസ്സുകൊണ്ട് സംസാരിക്കുന്ന നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ഇനി അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ഒരു 4-5 പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വിളിക്കണോ? എന്തായാലും പോകാൻ ടീച്ചേഴ്സിന് പോകാൻ തിരക്കുള്ളത് കൊണ്ട് തന്നെ പല പരിപാടികളും മാറ്റിവെച്ചാണ് നമ്മുടെ പരിപാടിക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്കി പരിപാടികളിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിലേക്കായിട്ട് വരണമെന്ന്. ഓക്കെ. ഫസ്റ്റ് വിനേഷ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഇവരൊന്നും സംസാരിച്ച പോലെ സാഹിത്യപരമായി സംസാരിക്കേണ്ട രീതിയൊന്നും എനിക്കറിയില്ല. ഓക്കെ, ജസ്റ്റ് വിളിച്ച് ഒന്ന് വന്ന് ഇത് ഒരു ഏകദേശം കുറച്ച് 1-1.5 വർഷമായി ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ആദ്യം ചെറിയ മട്ടത്തിൽ തുടങ്ങി. ആദ്യം 10-20 ആൾ അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുങ്ങനെ കുറച്ചും കൂടി അതൊരു ഉഷാറായി വന്ന് പിന്നെ ഒരു വീഡിയോ കോൺഫറൻസ് വെച്ച് ഒരു ഏകദേശം 6 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു. 6 മാസം മുന്നേ വീഡിയോ കോൺഫറൻസ് വെച്ച് അതിലൊരു 10-12 ആൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ആ ഒരു ടീമിനെ വെച്ചിട്ട് ഒരു ഓർഗനൈസ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ടീമാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുക. എല്ലാ ക്രെഡിറ്റും അവർക്കാണ്. അവർ ഈ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ തന്നെ പ്രകാശ് മാഷ് പറഞ്ഞ് 3 പ്രാവശ്യം വിളിച്ചു. അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും 3-4 പ്രാവശ്യം വിളിക്കുകയും നേരിട്ട് പോയി കാണേണ്ട ആൾക്കാരെ കാണുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇന്നിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ മനസ്സ് നിറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീല ടീച്ചർ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇപ്പോൾ. കാരണം അന്നേരം നമ്മുടെ മനസ്സിലൊരു വിങ്ങായ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് പറഞ്ഞ ടീച്ചർ ഒരു വിങ്ങലുണ്ടായിരുന്നു. അതിൽ കൂടുതലൊരു ക്രെഡിറ്റ് നമുക്ക് കിട്ടാനില്ല. ഒരു ഗംഭീരമൊരു സംഭവമായിരുന്നു അത്. അതേപോലെ തന്നെ പ്രകാശ് മാഷ് പറഞ്ഞ് പ്രകാശ് മാഷ് ഞങ്ങളെ സ്വീകരിച്ചിരുത്തിയ ഒരു രീതിയൊക്കെ ഉണ്ട്. അത് ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ. ഒരു ഞങ്ങളവിടെ പോയി മാഷ് നിലത്തിരുന്ന് ഞങ്ങൾ അവിടെ എത്തിച്ചിട്ട്
ഒരു വാക്കുകളിൽ ഇതൊന്നും നമുക്ക് ഒരിക്കലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ഇതുകൊണ്ടുണ്ടായി. പിന്നെ കൂടെ പഠിച്ച ക്ലാസ്സിൽ പഠിച്ച പല ആൾക്കാർ വരെ യാതൊരു പരിചയം ഉണ്ടായില്ല. ജസ്റ്റ് ഒരു പുഞ്ചിരി ഇല്ലെങ്കിൽ ഒരു ഹായ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ അവരൊക്കെ നമുക്ക് ഭയങ്കര ക്ലോസ് ആകാനുള്ള ഭയങ്കര ഒരു സമയം കൂടി നമുക്ക് ഭയങ്കര സന്ദർഭമാണ് ഇതുണ്ടായത്. കൂടുതൽ അധികം സംസാരിച്ച് കൊളാക്കുന്നില്ല, സമയമില്ല, എനിക്കൊക്കെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ രതീഷ് നമ്മളെ ആ സമയത്ത് ഏറ്റവും കുരുത്തക്കെട്ട ആളായിരുന്നു. ഓരോ കൊണ്ടുവച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് നന്നായിട്ട് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സമയം. അന്ന് ടൂറൊക്കെ പോകുമ്പോൾ ഒരു ടീച്ചർക്ക് 5 സ്റ്റുഡൻസൊക്കെ വെച്ചിട്ട് കൊടുക്കുക കെയർ ചെയ്യാൻ പറ്റിയിട്ട്. രതീഷിനെ മാത്രം നമ്മൾ ഇന്ത്യ ടീച്ചർ ചന്ദ്ര ടീച്ചർക്ക് കൊടുത്താൽ അപ്പോൾ ഓൻ്റെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്താണെന്നുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എല്ലാരെ കുറിച്ച് ഇപ്പോൾ പറയാൻ ആർക്കും മനസ്സ് കിട്ടുന്നില്ല. പിന്നെ അതിന് സമയവും പോരാ. രാമേന്ദ്ര മാഷി മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പിന്നെ പാണ്ഡവര് ജയിച്ച് നിന്നിട്ടുള്ള അതിന്റെ രാത്രിയുള്ള ഒരു സംഭവം പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറൊരു ത്രില്ലർ പടം കണ്ടിട്ട് ലൈഫിൽ ഇന്നേ വരെ കിട്ടിയില്ല. അത് വേറൊരു ലെവലാണ്. ഓക്കെ, പിന്നെ അത് ഓരോരുത്തരെ കുറിച്ച് പറയാൻ ഒരുപാട് സമയം വേണ്ടിവരും. അതുകൊണ്ട് ഇതാകുന്നില്ല. ഈ ടീം പിന്നെ ഇവന്റ് ഓർഗനൈസ് ടീമിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഇത് നമ്മുടെ ഈ പരിപാടി ഇതാക്കിയ ടീമുണ്ടല്ലോ, അവരെല്ലാവരും ഒന്ന് വിളിക്കുന്നു. ഓർഗനൈസ് ടീം, അതായത് നിങ്ങളൊന്ന് ഈ പരിപാടി വിജയിപ്പിച്ചതിന്റെ അതാണ് ഉത്തരവാദിത്തം. എല്ലാവരും ഒന്ന് വരണം. നമ്മൾ ഓർഗനൈസ് ടീമിന്റെ എല്ലാവരും ഒന്ന് സ്റ്റേജിൽ. ഈ പരിപാടി ഇത്രയും വിജയമാക്കാനുള്ള കാരണം പിന്നണിയിൽ പ്രവർത്തിച്ചത് ഇവരാണ്. പ്രകാശ് മാഷ് പറഞ്ഞ പോലെ തന്നെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് മാഷ് നല്ലൊരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത്, കാരണം എല്ലാവരും അത്യാവശ്യം നന്നായിക്കുന്ന എനിക്കും തോന്നുന്നു. കാരണം നമ്മൾ 1.5 ലക്ഷമാണ് ടാർഗറ്റ് ഇട്ടത്, വളരെ പെട്ടെന്ന് തന്നെ അതായിട്ടുണ്ട്. അപ്പം ആരും വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ഫണ്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞ പോലെ നമ്മൾ സ്റ്റുഡൻസ് അത്ര മോശമായിക്കില്ല. രൂപേഷ് ഇവിടെ, അനൂപ്, ഷിംജിത്ത്, പിന്നെ ഞങ്ങളെ കൂടെ ഇതിലില്ലാത്ത രോഷിലി ഇല്ല. രോഷിലി മലക്ക് പോയതുകൊണ്ട് ഇന്ന് രാത്രിയേ വരുള്ളൂ. മാക്സിമം നോക്കിയിട്ടുണ്ട്, അതില്ല. പിന്നെ അർഷദ്, ലിജില്, നമ്മുടെ സ്കൂൾ ലീഡായിരുന്ന ലിജിലും കൂടിയും ഭയങ്കരമായിട്ട് നമ്മൾ ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. ഇവരാണ് ഇവരെല്ലാം ഞങ്ങൾ ചെറിയ ബന്ധം മാത്രമുള്ള ആൾക്കാരാണ്. ഇപ്പൊ വളരെ നല്ല ബന്ധമായി. ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പൊ ഒരു ലോൺ വേണം, അജേഷിന്റെ അടുത്ത് പോയാൽ മതി. അജേഷ് ബാങ്കിലാണ് ജോലി, പ്രശ്നമില്ല. കറണ്ടിന് എന്തോ വിഷയമുണ്ട്, KSB നമ്മൾ രൂപേഷ് ഉണ്ട്, നോ പ്രോബ്ലം. ഇപ്പൊ ബാംഗ്ലൂർ പോകുന്നത് താമസിക്കുക ലിജിലുണ്ട്, കൂട്ടുകാർ ആദ്യമുണ്ട്, സിവിഷയുണ്ട്, ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒരു കുടുംബം പോലെ ഒരു ബന്ധമായിരുന്ന എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നത്. ബാക്കി എന്താണെന്ന് അറിയില്ല. ഇവര് സംസാരിക്കുന്ന രീതിയോ ശൈലിയോ സാഹിത്യമോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ ഉള്ളിൽ തൊട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കാം. അടുത്തതായി ഈ ഒരു പരിപാടിയുടെ നന്ദി അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി അജേഷിനെ ക്ഷണിക്കുന്നു. അജേഷ്. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണിത്. എൻ്റെ അത്രയും സ്നേഹം ബഹുമാനം നിറഞ്ഞ പ്രിയ ഗുരുക്കന്മാരെ, സഹപാഠികളെ, ഇന്നിവിടെ ഒത്തുചേരലിൻ്റെ നന്ദി പറയലാണ് എൻ്റെ കർത്തവ്യം. ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളാക്കി തീർത്ത പ്രിയ ഗുരുക്കന്മാരായ മോഹൻ മാസ്റ്റർ, ഹേമലത ടീച്ചർ, ലീല ടീച്ചർ, രാധ ടീച്ചർ, അനന്തൻ മാസ്റ്റർ, ഇബ്രാഹിം മാസ്റ്റർ, രാജൻ മാസ്റ്റർ, ജയൻ മാസ്റ്റർ, കമല ടീച്ചർ, ചന്ദ്ര ടീച്ചർ, രാമേന്ദ്രൻ മാസ്റ്റർ, പ്രകാശൻ മാസ്റ്റർ, അശോകൻ മാസ്റ്റർ, പ്രിയംവദ ടീച്ചർ, ദീപിക ടീച്ചർ, വസന്ത ടീച്ചർ, സജിത്ത് മാസ്റ്റർ, അശോകേട്ടൻ എന്നിവർക്ക് 97 7th ബാച്ചിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത ശ്രീ മോഹൻ മാസ്റ്റർ, അധ്യക്ഷം വഹിച്ച സിമിഷ, സ്വാഗതം പറഞ്ഞ് സംസാരിച്ച ഷിൻസ് എന്നിവർക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ആശംസ സംസാരിച്ച ഫസിലു, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂൾ അനുവദിച്ചു തന്ന മാനേജ്മെൻറ്റിനും ഹെഡ് മാസ്റ്റർക്കും കാലഘട്ടത്തിൽ ഉച്ചക്കഞ്ഞി പാചകം ചെയ്തെന്ന ശാന്തേച്ചിക്കും സ്കൂൾ ഇടവേളകളിൽ മിഠായി നുണയുന്നതിന് വേണ്ടി കൂടെ നിന്ന ബാബുവേട്ടനും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ പരിപാടിയിൽ ആവശ്യമായ ഭക്ഷണം സ്റ്റേജ് ഒരുക്കി തന്ന നമ്മുടെ തന്നെ സഹപാഠികളായ നൗഷാദിനും അനീഷ് സി കേക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായ പല തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ താല്പര്യം പ്രകടിപ്പിച്ച് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹപാഠികൾക്കും ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒത്തുചേരലിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കമാണ്. ചേർത്ത് പിടിക്കാൻ ഒരുപാട് കൈകളുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അടുത്തതായി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ അധ്യാപകരെ എല്ലാവരെയും ഇങ്ങോട്ട് മുന്നോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണമാണ്, ഉച്ചഭക്ഷണം. അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഹലോ, കേക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുമ്മാ നമ്മുടെ കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ ഷീജിയ. ഞാൻ ഇതിലെ അധികം ടീച്ചേഴ്സിനെയും മാഷ്മാരെയും ഞാൻ വഴിക്കുന്നില്ല, അവിടെ നിന്നെങ്കിലും കാണാറുണ്ട്. അപ്പം അറിയാവോന്ന് ചോദിച്ചാൽ പിന്നെന്താ അറിഞ്ഞുകൂടാണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ബാച്ചിൽ പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് വായാർച്ചിൽ കൊണ്ടത് എനിക്ക് തന്നെയായിരിക്കും. എൻ്റെ അമ്മ, അമ്മയുടെ ഏച്ചിമാർ, അമ്മയുടെ അനിയത്തി,
പിന്നെ ഓരോ മക്കള് എല്ലാം ഇവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എന്താ ഇങ്ങനെയാണെന്ന് എല്ലാ ടീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. അമ്മേനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ആൾക്കാരും എല്ലാവരും ഇതേ അഭിപ്രായം പറഞ്ഞു, എന്താ ഇങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇവരും എന്നെക്കാളും മാർക്ക് കുറഞ്ഞ ആൾക്കാരെ ഇത്ര വഴക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നെക്കാളും 10 മാർക്ക് കുറവുള്ള ആൾക്കാരാ ഒന്നുമില്ല, ഓർക്ക് പേപ്പർ എടുത്ത് ഒന്നും പറയാണ്ട് വിട്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ. അമ്പോ ഇതെന്താ ഇങ്ങനെ വല്ലാണ്ട് പറയും. ഞാനാണെ കരയാനാ എനിക്ക് നേരെ ഉള്ളു. 7 പീരീഡ് മലയാളത്തിൽ കിട്ടിയ ഒരു കുട്ടിയാണ് ഞാൻ. എന്തെന്നുള്ളത് അറിയില്ല, എപ്പോഴും വയറ്. പക്ഷെ അന്ന് എനിക്ക് 97 ഇവിടുന്ന് പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നുള്ളതാണ്. അത്രയും എന്താ പറയുക ഇഷ്ടമില്ലാണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ 2003 തൊട്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. പിന്നെ 2008 സ്കൂളിൽ കയറി. അപ്പോഴാണ് മനസ്സിലായി ഇവരെന്തിനാ എന്നെ പറഞ്ഞേന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൽക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് നല്ലോണം വയ്യാറിട്ടുണ്ടാവുക. എന്തായാലും നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും. പിന്നെ എന്നെ സ്കൂളിൽ ചേർത്തത് അനന്തമാഷും എന്നുള്ളത് അമ്മ എപ്പോഴും പറയും. അനന്തമാഷും പിന്നെ ആരാ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, അനന്തമാഷാണ് വന്നത്. പിന്നെ എൻ്റെ കയ്യക്ഷരം മഹാബദേനും ദീപിക ടീച്ചർ എൻ്റെ വീട്ടിൻ്റെ അതിലേ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് അമ്മേനോട് പറയും. അമ്മയാണ് ഇങ്ങോട്ടും പറയും, ടീച്ചർ ഇഷ്ടംപോലെ കോപ്പി എഴുതിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് കയ്യക്ഷരം മോശമായിട്ട് അശോക മാഷ വീട്ടിലെ അനിയൻ്റെ മോള് അച്ചുവിൻ്റെ കയ്യക്ഷരം നന്നാക്കണേന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ട്യൂഷന് കൊണ്ടാക്കിയിട്ട് ഞാൻ കയ്യക്ഷരം നന്നാക്കി വിട്ടൊരു കുട്ടിയുണ്ട്. അപ്പം നമ്മളെ എന്താ പറയുക, ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മോള് ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മേൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിന് അമ്മ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇതെന്താ സംഭവം എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവരെയും ഞാനിപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് മക്കളെ എന്ന് വിളിച്ചിട്ടാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഇവർ പറഞ്ഞതും നമ്മൾ വിചാരിക്കും ടീച്ചർമാർ ഓല പണിയെടുക്കുന്നത്. പക്ഷെ ഓര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെ മക്കളായിട്ടാണ് കണ്ടത് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞാനൊരു ടീച്ചിങ് ഫീൽഡിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും എല്ലാവരോടും അന്ന് ചെയ്ത കുർത്തക്കേടിനും പറഞ്ഞാൽ അനുസരിക്കാത്തതിനും ശരിക്കും എല്ലാവരോടും ക്ഷമയാണ് ചോദിക്കുന്നത്. ഇനി നമ്മളെ എല്ലാവരും ടീച്ചർമാരെ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങിൽ നമ്മളൊരു ചെറിയ ഏതോ ഒരു സാർ ചോദിച്ചിരുന്നു ബിസ്ക്കറ്റും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പാക്കറ്റ് പൾസ് ഓക്സിമീറ്റർ ആണ്. അത് നമ്മുടെ രോഷിലാണ് ഓഫർ ചെയ്തതും സ്പോൺസർ ചെയ്തതും. രോഷിൽ തന്ന സമ്മാനമാണ് നമ്മളിവിടെ ടീച്ചേഴ്സിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ടീച്ചേഴ്സിന് മാത്രമല്ല, കുറച്ച് ബാക്കിയുണ്ട് ഓർഗനൈസിങ് കമ്മിറ്റി മെമ്പേഴ്സിന് കൊടുക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഷിലിനെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പിരിയാമെന്ന് തോന്നുന്നു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ ഒത്തുകൂടാം.